വന്യമൃഗ ആക്രമണങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണുക, നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക, 1972 വനം വന്യജീവി നിയമം ജനപക്ഷമായി ഭേദഗതി ചെയ്യുക, ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ കർഷക രക്ഷായാത്രയ്ക്ക് തുടക്കമായി. ചെറുപുഴയിൽ ജാഥ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി CP ഷൈജൻ ജാഥ ലീഡറും PK മധുസൂദനൻ ഡെപ്യൂട്ടി ലീഡറുമായ ജാഥ നാളെ രാവിലെ മുതൽ തേർത്തല്ലി തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം 5-ന് കൊട്ടിയൂരിൽ സമാപിക്കും. കേരളവും രാജ്യവും ഇന്ന് വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണവും മനുഷ്യന്റെയും കൃഷിക്കാരുടെയും ജീവിതവും. വന്യമൃഗങ്ങൾ ഈ ഭൂമിയുടെ ഭാഗമായി ഒരുപക്ഷെ മനുഷ്യനെന്ന ജീവി ഉള്ളെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രകൃതിയിലുണ്ട്. പക്ഷേ പ്രകൃതിയിൽ, ഭൂമിയിൽ, ജീവജാലങ്ങളിൽ ഇന്ന് സ്വയബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ഈ ലോകത്തെ മാറ്റിമറിക്കുകയും ഇന്ന് കാണുന്ന സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്ത ജീവിവർഗമാണ് മനുഷ്യൻ. ആ മനുഷ്യന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്യമൃഗങ്ങൾ ഇന്നൊരു തടസ്സമായി മാറുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ്. ഇന്നലെ ആറളത്ത് ഏറ്റവും അവസാനമായി 2 ദമ്പതിമാർ നമ്മളിവിടെ മൗനമാചരിച്ച് ആ ജാഥ തുടങ്ങാനിടയായ സാഹചര്യം നിർഭാഗ്യകരമാണ്. വെള്ളിയും ലീലയും ആദിവാസി കുടുംബങ്ങളിലെ അംഗങ്ങളാണ്. ആറളം പുനരധിവാസ മേഖലയിൽ പുനരധിവാസത്തിന്റെ ഭാഗമായി ഭൂമി നൽകിയ അവരുടെ സ്വന്തം ഭൂമി കശുവണ്ടി ശേഖരിക്കാൻ പോയപ്പോഴാണ് അവർ രണ്ടുപേരെയും ആന പിടികൂടിയത്. ദാരുണമായി അവിടെ കൊല്ലപ്പെട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞാണ് പുറം ലോകം അത് അറിയുന്നത്. ഇന്നിപ്പോ അവിടെ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്. ആറളത്ത് ചെറിയ സംഘർഷാവസ്ഥയും നിലനിൽക്കുന്നു. ആറളം പുനരധിവാസ മേഖലയിൽ 14 വ്യക്തികളാണ് ഇതിനകം അവിടെ മാത്രം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.